ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറിവേപ്പില എണ്ണയുടെ ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഞാനിത് മിക്സിയിലിട്ട് കുറച്ചായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഈ കറിവേപ്പില ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, അധികമൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഈ അരച്ച കറിവേപ്പില ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാ കറിവേപ്പിലയും അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിന് ശേഷമാണ് നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിച്ച് പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഇത് റെഡിയാവാനായിട്ടുണ്ട്. കുറച്ചും കൂടി ആവണം. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല പച്ച കളറായിട്ട് വരുന്നുണ്ട് ഇത്. അങ്ങനെ നമ്മുടെ കറി ലീവ്സ് ഓയിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാൻ. ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും അതേപോലെ ഹെയർ നല്ല കറുപ്പ് വരാനും എല്ലാം ഉപകരിക്കും. നല്ലൊരു എണ്ണയാണിത്. മുടി നന്നായി വളരാനും പറ്റും ഇതുകൊണ്ട് ഇത് തേച്ചാൽ. അങ്ങനെ നമ്മുടെ കറിവേപ്പില എണ്ണ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് തുണിയിലോ അരിപ്പയിലോ അരിച്ചെടുക്കാം. അങ്ങനെ ഇത് ഞാൻ നന്നായി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് നല്ല പച്ച കളറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മുടി വളരാനും മുടി നല്ല കറുപ്പ് കിട്ടാനും സാധിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.